നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാത്തൂനെ, രാഹുലിന്റെ കോളൊന്നും വരുന്നില്ലല്ലോ. നോക്കാം, വെയിറ്റ് ചെയ്യാം. ശ്രേയെ ഒന്ന് വിളിച്ചേക്കാം. എന്തായി രാഹുൽ? എന്താവാൻ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗംഗ തണുത്ത് മരവിച്ച് മരവിച്ച് മരിക്കും. സത്യമാണോ പറയുന്നേ? ഇന്നത്തെ കൊണ്ട് ആ നാശം അങ്ങ് അവസാനിക്കോ? നീ ധൈര്യമായിട്ടിരിക്കും ശ്രേയ. അവൾ അകപ്പെട്ടിരിക്കുന്ന കോൾഡ് സ്റ്റോറേജിന് മുന്നിലാ ഞാൻ നിൽക്കുന്നത്. ഇനി ശവമായിട്ട് മാത്രമേ ഗംഗയ്ക്ക് അതിനകത്ത് നിന്ന് പുറത്തു വരാൻ സാധിക്കൂ. അത്രയ്ക്ക് തണുപ്പാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെയാ അവൾ അതിനകത്ത് കേറിയപ്പോ അതിൽ കേറി ഞങ്ങൾ അവളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്. എന്റെ സന്തോഷം എനിക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയില്ല. ആ നാശം മരവിച്ചങ്ങ് മരിക്കട്ടെ. ആ വാർത്ത കേൾക്കുന്ന സമയാവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം. എങ്കിൽ ആ വാർത്ത കേൾക്കാൻ തയ്യാറായിരുന്നോ? രാഹുൽ, പോരുന്നതിന് മുമ്പ് അമ്മ നിന്നെ ഏൽപ്പിച്ച ചരട് അവള് കയറിയ കോൾഡ് സ്റ്റോറേജിന്റെ വാതിലില് കെട്ടണം. മോനെ, ഇത് കയ്യിൽ വെച്ചോ. സൂക്ഷിക്കണം. ഗൗരിക്ക് ശക്തി കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ സൂക്ഷിച്ചോളാമേ. ഇത്തവണ ഗംഗ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അല്ല, ഇതെന്തിനാ? ഒരു വിധത്തിലും ആ ഗംഗ രക്ഷപ്പെടാൻ പാടില്ല. ആ ചരട് കെട്ടിയാ പിന്നെ ഗൗരിക്കും ഗംഗയെ രക്ഷിക്കാൻ സാധിക്കില്ല. അത് ശരിയാ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഫോൺ കട്ട് ചെയ്യണ്ട, ഇപ്പൊ തന്നെ കെട്ടിയേക്കാം. വേഗം വേഗം ചെയ്യ് രാഹുൽ. അതെ, നീ പറഞ്ഞതുപോലെ ഡോറിൽ കെട്ടിയിട്ടുണ്ട്. അത് മതി. ഇനി ആർക്കും അവളെ സഹായിക്കാൻ സാധിക്കില്ല. ഇതോടെ ഗംഗ എന്ന് പറയുന്ന അധ്യായം അവസാനിക്കും. എന്റെ ജീവിതത്തിന് കുറുകെ വന്ന് എന്റെ സ്വപ്നങ്ങൾ തട്ടിയെടുത്തവള് ഇന്നു മുതൽ വേറെ ഒരു ഓർമ്മ. അതെ, ഇന്ന് നമുക്ക് ആഘോഷത്തിന്റെ ദിവസമാണ്. ഗംഗ എന്ന പൊതുശത്രു എന്നേക്കുമായി കൈലാസത്തിൽ നിന്ന് പോയിരിക്കുന്നു. ഈ സന്തോഷം ഞാൻ പോയി അമ്മ ആന്റി അറിയിക്കാം. രാഹുൽ ഇനി അധിക നേരം അവിടെ നിൽക്കണ്ട, വേഗം അവിടെ നിന്ന് പോവാൻ നോക്ക്. ശരി. നിങ്ങൾ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.